നമസ്കാരം. രുചിഭേദത്തിലെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ അജിത നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷായിട്ട് എത്തിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു ബേക്കറി പലഹാരം. നമുക്ക് പറയുമ്പോൾ പലഹാരമാണ്, പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ ഒരു നല്ല ഡിഷ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതെന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നൊക്കെ അജിതയോട് തന്നെ ചോദിച്ചു പഠിക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബേക്കറി പലഹാരവും ആവാം, ഇല്ലെങ്കിൽ ഒരു ഡിഷും ആവാം. ഇത് ഇങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, അജിത എൻ്റെ പേര് പറഞ്ഞപ്പം രണ്ട് രീതിയിലാണ് പറഞ്ഞത്. നമുക്ക് അജിതോട് തന്നെ ചോദിക്കാം, എന്തുവാണ് ഇത്, ശരിക്കും എന്തുവാ? ഇത് ഫിഷ് റോളെന്നും പറയും, പിന്നെ ഇത് മീൻ പത്തിരി എന്നും ചിലയിടത്ത് പറയും. ആ ഒരു മീൻ പത്തിരി ഒരു നാടൻ നമുക്കൊരു ഡിഷിൻ്റെ ഒരു സൂചനയിലേക്ക് കിട്ടുന്നത്. ഫിഷ് റോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഒരു ബേക്കറി ഐറ്റം. അപ്പോൾ കുട്ടികളൊക്കെ ഹാപ്പി ആവും, അയ്യോ നല്ല ഫിഷ് റോൾ കിട്ടുകയെന്നാണ്, കാര്യമായിട്ട് വീട്ടിൽ തട്ടി വിടാമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇവിടെ ഒരു നീണ്ട നിര തന്നെയാണ്, ഒരു സദ്യവട്ടം പോലെ തന്നെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ട് അമ്മമാർക്ക് ചെറിയൊരു മടി ഉണ്ടാവും, പക്ഷേ വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്, നമുക്ക് വീട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പഠിക്കാം. നോട്ട് ചെയ്ത് വെച്ചോളൂ. ബ്രെഡ് 4-5 സ്ലൈസ് പൊടിച്ചത്, മൈദമാവ്, നെയ്മീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 2 മുട്ട, 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വച്ചിരിക്കുന്നത്, നാളികേരം, 4-5 പച്ചമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് നുറുങ്ങിയത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിച്ച് വെച്ചത്, ചെറിയ ഉള്ളി, ഉപ്പ്, പെരിഞ്ജീരകം, കരിവേപ്പില ചെറുതായിട്ട് നുറുങ്ങിയത്, വിനീഗർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെള്ളം, വെളിച്ചെണ്ണ. എന്തായാലും ഈ വിഭവം ഉണ്ടാക്കുന്നതിന് 2-3 ഘട്ടങ്ങളുണ്ട്. നമുക്ക് ആദ്യ ഘട്ടത്തിലേക്ക് കിടക്കാം. തുടക്കം എന്തുവാ? ആദ്യം മൈദ കലക്കാം. ഓക്കെ, മൈദ ഇത് 1 ബൗൾ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 50 to 100 ഗ്രാം വരെയുള്ള മൈദയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിക്കാം. 2 മുട്ട നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 1 മുട്ട എടുക്കുക. മൊത്തം മുട്ട എടുക്കും. അപ്പോൾ വിത്ത് മഞ്ഞക്കരുവാണേ. സാധാരണ മുട്ടയുടെ ഇങ്ങനെ ഉണ്ണിയൊക്കെ എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ. അത് ലാസ്റ്റ് ബ്രെഡ് കൂടിയിട്ട്, പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ആയിട്ട് ഇനി ഇത് നമ്മൾ ദോശയുടെ പരുവത്തിൽ കലക്കി, ദോശമാവിൻ്റെ അല്ലേ? ദോശമാവ് ഇളക്കും പോലെ അല്ലേ? ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. മൈദയും മുട്ടയും കൂടെ അടിച്ചെടുത്ത് വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ ഇത് പൊറോട്ടയ്ക്കുള്ളൊരു പരുവാണെന്ന് തോന്നുന്നു അല്ലേ? നല്ല ലൂസാക്കണോ? നന്നായിട്ട് ലൂസ് മതിയല്ലേ? കുറച്ചുകൂടെ. മൈദയ്ക്ക് നല്ല വെള്ളം വേണമല്ലേ, കട്ടി പിടിച്ചിട്ട്. ഇതിനൊക്കെ നല്ല വിശാലമായിട്ടുള്ള ബൗളും കൈ കൊണ്ടൊക്കെ ഞെരടി അല്ലേ, നല്ല മയപ്പെടുത്തി എടുക്കാൻ പറ്റും, നല്ല ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വെള്ളം മതിയാവില്ല അല്ലേ? കുറച്ചും കൂടെ ലൂസാക്കണം. ഇത് കട്ടിയായിരിക്കും. ഒട്ടും കട്ടയില്ലാതെ എടുക്കണം അല്ലേ? കട്ടയില്ലാതെ നല്ല സോഫ്റ്റാക്കി നല്ല മൃദുലമായിട്ട് മാവിനെ എന്താ പറയുക, ദോശമാവിന് കലക്കും പോലെ ആക്കിയെടുക്കുക. ഇനി ഇത് കുറച്ച് നേരം മാറ്റി വെക്കാം. അപ്പോൾ 1ാം ഘട്ടം ഇവിടെ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 50 to 100 ഗ്രാം വരെയുള്ള മൈദമാവ് എടുത്തു, അതിലൊരു മുട്ട പൊട്ടിച്ചു, അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ദോശമാവിൻ്റെ പരുവത്തിൽ അത് ആക്കിയെടുത്തു. എന്നിട്ടത് മാറ്റി വെച്ചു. ഇനി ഇതെല്ലാം നമുക്ക് വഴറ്റി ഇപ്പോൾ കുക്കിംഗ് സെക്ഷനിലോട്ട് കിടക്കാം. മീൻ ഇങ്ങോട്ടിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്ര മതി, ഇത് കുറച്ച് മതി. കുരുമുളക് പൊടി ഇത്രയും കുറച്ചുകൂടി ഇട്ടേ. കുറച്ച് ഉപ്പും കൂടെ, ആവശ്യത്തിന് ഉപ്പ്, മീനിന് ആവശ്യത്തിനുള്ള. നമ്മൾ ആദ്യം മൈദമാവിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടായിരുന്നു. അപ്പോൾ ഇത് മീനിന് ആവശ്യമുള്ള ഉപ്പിട്ട്, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിനെ നമുക്ക് വറുത്തെടുക്കാം.
ഓക്കെ, അതിനാണ് ഈ എണ്ണ അല്ലേ? എണ്ണ വയ്ക്കട്ടെ. എത്ര വേണ്ടി ഒരു ലാവശ്യമായിട്ട് വേണം എണ്ണ വാർത്തെടുക്കാൻ? ഒരു 4-5 സ്പൂൺ നമുക്ക് എണ്ണ പ്രതീക്ഷിക്കാം. ഈ എണ്ണ ചൂടായിട്ട് നമുക്ക് ഈ ഓരോ പീസ് മീൻ, ഇതിപ്പോൾ ഒരു കഷ്ണം നെയ്മീനാണ് എടുത്തിരിക്കുന്നത്, അതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് വൃത്തിയാക്കി. ഇനി അതിനെ നമുക്ക് ഈ എണ്ണ ചൂടാകുമ്പോൾ അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മുരിയണം, അത് കുറച്ചൊന്ന് മുരിഞ്ഞാൽ മതി. നന്നായിട്ട് മുരിയണം. മുരിച്ചിട്ടാണല്ലോ പൊടിച്ചിട്ട് ഇതിനെ പൊടിച്ചെടുക്കണം. എണ്ണ ചൂടായി ഇടല്ലേ? ഇതും കോട്ടയം സ്റ്റൈലാണോ? പൊതുവെള്ളല്ലേ? പണ്ട് ഇതുപോലെ ഒരിക്കൽ മീറ്ററുള്ള ഒരു ബേക്കറി ഫ്രണ്ട് ഉണ്ട്, അവിടെ തന്നെയാണോ ഇത്? അത് തന്നെ പഠിപ്പിച്ചാണ്. അപ്പം ബേക്കറി ചേച്ചിക്ക് താങ്ക്സ്. എൻ്റെ പേരെന്തുവാ? ബേക്കറി മേരി. ഓക്കെ. അപ്പം ബേക്കറി നടത്തുന്നത് ചേച്ചി ഇങ്ങോട്ട് പള്ളിയിൽ പോകുമ്പോൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കണോണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഡിഷസ് കിട്ടുന്നത്. മീൻ മൊരിഞ്ഞ് വരണത് നോക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ വെറുതെ നിൽക്കുന്നതിനിടയ്ക്ക് ഈ മൈദ എനിക്ക് അത്ര വലിയ വിശ്വാസമില്ലാത്തതുകൊണ്ടൊന്ന് ഇളക്കി എടുക്കുക. കുറച്ചുകൂടെ ഉടയാനുണ്ടത്. അത് ഉടഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്.